നമ്മള് വന്ന വഴി പാടെ ഉപേക്ഷിച്ചിട്ട് കണ്ണു തുറന്ന് ഈ ലോകത്തേക്ക് നോക്കൂ. എല്ലാവരും ഈ പാതയിലാണ്. എന്തെല്ലാം നേട്ടങ്ങളാണ് നിങ്ങൾക്ക്, എന്തെല്ലാം നേട്ടങ്ങൾ, കണ്ണും ചിന്തിക്കുന്ന നേട്ടങ്ങൾ. എല്ലാവർക്കും മൊബൈൽ ഫോൺ, ഓരോ വീട്ടിലും കാർ, സ്കൂട്ടർ, ബൈക്കുകൾ, 5 സ്റ്റാർ ഹോട്ടലുകൾ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ, ഷോപ്പിംഗ് കോംപ്ലക്സുകൾ, മാളുകൾ, മുക്കിനി മുക്കിനി സ്വർണ്ണക്കടകൾ, മദ്യശാലകൾ, അപ്പാർട്ട്മെന്റുകൾ, ഫ്ലാറ്റുകൾ, വില്ലകൾ, ടിവി ചാനലുകൾ, ഭക്തിക്കും വാർത്തയ്ക്കും കളികൾക്കും സിനിമയ്ക്കും, ചിരിപ്പിക്കാനും കരയിപ്പിക്കാനും തുണി ഉടിപ്പിക്കാനും തുണി ഉരിപ്പിക്കാനും പ്രത്യേകം പ്രത്യേകം. ചാനലിന്റെ നമുക്ക് തർക്കിക്കാം എന്ന പ്രോഗ്രാമിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നവംബർ 1 കേരളയുടെ 55th ബർത്ത്ഡേ. ഈ സുദിനത്തിൽ കേരള കൾച്ചറിനെയും ഭാഷയെയും കുറിച്ചുള്ളതാണ് നമ്മുടെ തർക്കം. നമ്മുടെ സോറി ഫോർ ദി ഡിസ്റ്റർബൻസ്. നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് നമ്മുടെ എല്ലാ ചർച്ചാന്തഹികളും എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, മെനി ജനറേഷൻസിനെ മലയാളം ഭാഷയും സാഹിത്യം പഠിപ്പിച്ചയാളും ഈ പ്രോഗ്രാമിന്റെ സ്പോൺസേഴ്സ്മാരിൽ ഒരാളായ ശ്രീ തുഞ്ചാൻ മെമ്മോറിയൽ ഇംഗ്ലീഷ് മീഡിയം പബ്ലിക് സ്കൂളിന്റെ പാരന്റ്സ് ഫോറം പ്രസിഡന്റും കൂടാതെ കേരളത്തിലെ പ്രശസ്ത കൾച്ചറൽ ജൈനുമായ ശ്രീ സുഭാഷിതൻ പിള്ള സാറിവിടെ എത്തിയിട്ടുണ്ട്. സാർ പ്ലീസ് എന്താണ് താങ്കളുടെ ഒപ്പീനിയൻ? അതായത് മലയാളം ഭാഷ അതിബൃഹത്താണ്. വളരെ പഴക്കം ചെന്ന ഒരു പൈതൃകവും അതിനുണ്ട്. അതുകൊണ്ട് ആ പൈതൃകം നിലനിർത്തി അതിനെ ഒരു ക്ലാസിക് പദവിയിലേക്ക് ഉയർത്തണം എന്നാണ് ഞാൻ എന്റെ ലേഖനത്തിലൂടെയും ഇപ്പോഴും പ്രഘോഷിക്കുന്നത്. അതുകൊണ്ട് മലയാളം ഭാഷയ്ക്കുണ്ടാവുന്ന അഡ്വാൻറ്റേജസുകൾ എന്തൊക്കെയാണ്? പല പല നേട്ടങ്ങളുണ്ട്. ഒന്നാമതായി മലയാളം ബിരുദധാരികൾക്ക് പുതുതായി തൊഴിൽ ലഭിക്കും. ഇനി അത് മാത്രമല്ല, ഇപ്പോൾ തൊഴിലിൽ നിലവിലുള്ളവർക്ക് പ്രൊമോഷൻ സാധ്യതയേറെയാണ്. ഇനി നമുക്ക് നമ്മുടെ പ്രേക്ഷകരോട് ചോദിക്കാനുള്ള സമയമാണ്. എന്തോന്ന് മലയാളം, എന്തോന്ന് കേരളം. ജനിക്കുന്നുണ്ടെങ്കിലും ജീവിക്കുന്നുണ്ടെങ്കിലും അത് വിദേശത്ത് തന്നെ ആയിരിക്കണം. അവിടെ ആവുമ്പോ പിന്നെ ഈ പറഞ്ഞ തൊഴിലുറപ്പ് പദ്ധതിക്ക് നല്ല മണിമണിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണം. നമ്മൾ വീണ്ടും തിരിച്ചു പോവുകയാണ്. താങ്കളുടെ നിലപാട്? അദ്ദേഹത്തിന്റെ അഭിപ്രായത്തോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. എനിക്കൊരു മകനുണ്ട്. മകൻ ജനിക്കുമ്പോൾ തന്നെ ഇംഗ്ലീഷ് സംസാരിക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ എന്റെ വൈഫിന്റെ ഡെലിവറി ഞാനങ്ങ് സ്റ്റേറ്റ്സിലാക്കി. അതുകൊണ്ടൊരു ഗുണവും ഉണ്ടായി. അവൻ ജനിക്കുമ്പോൾ തന്നെ കരഞ്ഞത് ഇംഗ്ലീഷിലായിരുന്നു. ഇംഗ്ലീഷിൽ എ എന്നാണ് അവൻ കരഞ്ഞത്. മലയാളത്തിലാണെങ്കിൽ അവൻ ആ എന്നല്ലേ കരയൂ. വെരി ഇൻട്രസ്റ്റിംഗ്. നമ്മുടെ പ്രോഗ്രാമിലേക്ക് കേരളത്തിലെ പ്രശസ്ത സാമൂഹിക പ്രവർത്തകയായ ശ്രീമതി അച്ചാമ്മ കൊച്ചുമ്മയുടെ എത്തിയിട്ടുണ്ട്. മാഡം, എന്താണ് മാഡത്തിന് പറയാനുള്ളത്? നമസ്കാരം. ഇദ്ദേഹം പറഞ്ഞത് ഞാൻ കേട്ടു. എനിക്ക് കോളേജിലൊന്നും പോയി പ്രസവിക്കാൻ കഴിഞ്ഞില്ല. ബട്ട് ഞാൻ എന്റെ കുട്ടിയെ തീർച്ചയായും കോളേജിൽ വിടും. എനിക്ക് പറയാനുള്ളത്, നാം നമ്മുടെ കുട്ടികൾക്ക് നെയിം ചൂസ് ചെയ്യുമ്പോൾ ഫോറിനേഴ്സിനൊക്കെ വിളിക്കാൻ കഴിയാവുന്ന നല്ല ക്യൂട്ടായ നെയിംസ് ഇടാവൂ. ഞാൻ കാത്തിരിക്കാം. മാഡം പറഞ്ഞത് വളരെ ശരിയായ കാര്യമാണ്. എന്താണ് താങ്കളുടെ ഒപ്പീനിയൻ? ഈ ഭാഷ എന്ന് പറയുമ്പോൾ വെറും അക്ഷരങ്ങളും വാക്കുകളും മാത്രമല്ല, ഒരു കൾച്ചറിന്റെ പ്ലാറ്റ്ഫോം കൂടിയാണ്. നമ്മുടെ കൾച്ചർ
റിലേഷൻസ് വാല്യൂസ് ഒക്കെ വളരെ വളരെ പഴഞ്ചനാണ്. ഇംഗ്ലീഷ് പോലുള്ള വളരെ മോഡേണായ ഒരു ഭാഷ നമ്മൾ നമ്മളുടേതാക്കുമ്പോൾ നമ്മളുടെ കൾച്ചറിലേക്ക് ഫോറിൻ കൺട്രീസിന്റെ കൾച്ചർ അലിഞ്ഞു ചേരും. അങ്ങനെ നമ്മുടെ കൾച്ചർ മോഡേൺ കൾച്ചർ ആകും. ടോട്ടലി ആരും തന്നെ മലയാളം ഭാഷയെ സപ്പോർട്ട് ചെയ്യുന്നതായി കാണുന്നില്ല. പശുവും ചത്തും മോനെ പൊടിയും പോയി എന്ന് പറഞ്ഞതുപോലെ മലയാളത്തിൽ ഇപ്പോഴത്തെ അവസ്ഥ. നമ്മളിതാ നമ്മുടെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മുടെ ദർശകരോട് ചോദിക്കാം, നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു? ഞങ്ങൾ ആദ്യം പ്രതികരിക്കുകയാണ്. നിങ്ങൾ ഞങ്ങളോടൊപ്പം ചേരുക. താങ്ക് യു. ബൈ ബൈ. ഓലയും നാരായവും കാഞ്ഞിരത്തിന്റെ ചോലയിൽ വച്ചു നമിച്ചു തിരിഞ്ഞൊരാ ഞെട്ടിത്തെറിച്ചു തകർന്നു ചോദിക്കുന്നു, വിറ്റുവോ നീ എന്റെ ജീവിത ഭാഷയെ, ചുട്ടുവോ നീ എന്റെ കേരള ഭാഷയെ, ഏതു കടലിൽ എറിഞ്ഞു നീ ഭാഷയെ. എന്താന്നറിയില്ല, ഇവിടെ വന്നപ്പോ തുടങ്ങിയ ഒരു ചൊറിച്ചില. ഇതെന്താ ത്വക്ക് രോഗം മറ്റോ ആണോ? ഇതൊരു രോഗമാണോ? വെറും ഒരു ചൊറിച്ചിലല്ലേ? എല്ലാവർക്കും ഉണ്ടല്ലോ. എന്താ കാരണം? ഈ ചൊറിയുന്നിടത്തൊക്കെ കൊതുക് വന്ന് കുത്തുമ്പോഴാ പ്രാണം പോകുന്ന വേദന. ശരിയാ ശരിയാ. ഇത് കണ്ടോ, ഇവിടെ കൊതുക് ഇത്തിരി കൂടുതലോ. നോക്കി, ശബ്ദം കേൾക്കുന്നില്ലേ? അതാ ഹെലികോപ്റ്റർ വരുന്നത് പോലെ. നോക്ക് നോക്ക്. കേടാത് ഹെലികോപ്റ്റർ ഒന്നല്ല, ദേ അങ്ങോട്ട് നോക്ക്. ആ കൂനക്ക് മുകളിൽ ആർത്തുകൂടിയിരിക്കുന്ന ഈച്ചകളാ, അവറ്റയുടേതാ ശബ്ദം. അപ്പോ എന്തൊരു വലിപ്പ, ഒപ്പത്തിനൊപ്പം കൊതുകുണ്ട്. അഴുക്ക്, ചപ്പ്, ചവറ്, ഈ നാട്ടിലെ മുഴുവൻ മാലിന്യങ്ങളെ കുമ്പാരമാ. ശരിയാ, വെച്ചതിന്റെയും വിളമ്പിയതിന്റെയും തിന്നതിന്റെ ഒക്കെ അവശിഷ്ടങ്ങളെ ഓരോരോ സഞ്ചിക്കകത്തും ചാക്കിനകത്തും ആക്കി അവനവന്റെ വീട്ടുപറമ്പിന്ന് പുറത്തേക്ക് വലിച്ചെറിഞ്ഞതാ. അവനവന്റെ പറമ്പിൽ നിന്ന് ഒഴിവാക്കണം എന്നല്ലേ ഉള്ളൂ. മറ്റുള്ളവരുടെ കാര്യത്തിൽ ആർക്കാ ഇവിടുത്തെ നോട്ടം? അല്ല ഒന്ന് പറ. എടാ, ഉച്ചിഷ്ടങ്ങളെല്ലാം അവനവന്റെ പറമ്പിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടിരുന്ന ഓരോരുത്തരുടെ വിചാരം അല്ലേ? പക്ഷേ അതൊക്കെ ഈച്ചയുടെയും കൊതുകിന്റെയും രോഗത്തിന്റെയും മരണത്തിന്റെയും ഒക്കെ രൂപത്തില് നമ്മുടെ അതിർത്തിയും പറമ്പും ഗേറ്റും മതിലും ഒക്കെ കടന്ന് നമ്മെ തപ്പിക്കറി ഇങ്ങോട്ട് വരും. ആരോഗ്യസ്ഥിതിയിലും സംരക്ഷണത്തിലും ഒരു കൊതുക് വിചാരിച്ചപ്പം തകർന്നു പൊളിഞ്ഞു വീണില്ലേ ആ ലോകമാതൃക? ഇപ്പൊ പകർച്ചപ്പനികളുടെ സ്വന്തം നാട്.
ജപ്പാൻ ജ്വരം, എലി, ഡെങ്കി, ചിക്കൻ ഗുനിയ, തക്കാളി എന്ന് വേണ്ട, നാം തുടച്ചു മാറ്റിയെന്ന് അഹങ്കരിച്ചിരുന്ന മലമ്പനിയും കഷ്ടം നമ്മുടെ കാര്യം. വൃത്തിയിലും വെടിപ്പിലും പേരുകേട്ട നാടായിരുന്നു. ഇപ്പോഴാണെങ്കിൽ അത് മാലിന്യങ്ങളുടെ സ്വന്തം നാട്. അങ്ങനെ മാലിന്യം ചുറ്റുപാട് മാത്രമല്ല, മനുഷ്യ മനസ്സിലും പ്രവൃത്തിയിലും പെരുമാറ്റത്തിലും. കൂട്ടരെ, ഈ ഉപയോഗിക്കുന്നതെല്ലാം വലിച്ചെറിയാന്നുള്ളത് ഈ പുതിയ കാലത്തിന്റെ ഒരു മട്ടും മാതിരി. അത് ശരിയാ. ഇവിടെ എല്ലാം ഡിസ്പോസിബിൾ ആണ്. അത് ശരിയാണ്. ആവശ്യം കഴിഞ്ഞാൽ പിന്നെ എല്ലാം അസ്ഥാനത്താണ്. അസ്ഥാനത്തുള്ളതെല്ലാം അടുക്കാണെന്നാണല്ലോ ചൊല്ലി. അപ്പൊ പിന്നെ ഒഴിവാക്കുക. അതെ, വന്ന മനുഷ്യന്മാരും ഇപ്പൊ ഇങ്ങനെയൊക്കെ തന്നെയാണോ ആവണുണ്ടോ എന്ന് സംശയം. എന്താ സംശയം? ഉപയോഗിക്കുക, വലിച്ചെറിയുക. മക്കൾ, അച്ഛനമ്മമാരെ എന്താ സംശയം? ഉപയോഗിക്കുക, വലിച്ചെറിയുക. ഭർത്താവ് ഭാര്യയെ ഉപയോഗിക്കുക, വലിച്ചെറിയുക. കാമുകൻ കാമുകിയെ. ഉപയോഗിക്കുക, വലിച്ചെറിയുക. ആണ് പെണ്ണിനെ ഉപയോഗിക്കുക, വലിച്ചെറിയുക. മനുഷ്യൻ മനുഷ്യനെ ഉപയോഗിക്കുക, വലിച്ചെറിയുക. ഭരണകൂടം ജനങ്ങളെ. ഭരണകൂടം ജനങ്ങളെ. ചപ്പും ചവറും പുറത്തെറിഞ്ഞു. മക്കളെ നാട്ടിലേക്ക് എറിഞ്ഞു. കോൺക്രീറ്റ് കോട്ടയിൽ ഒളിച്ചിരുന്നാൽ നമ്മിൽ എത്ര പേർക്ക് എത്ര നാൾ രക്ഷ കിട്ടും? ചപ്പും ചവറും പുറത്തെറിഞ്ഞു. മക്കളെ മറുനാട്ടിലേക്ക് എറിഞ്ഞു. കോൺക്രീറ്റ് കോട്ടയിൽ ഒളിച്ചിരുന്നാൽ